ഹോട്ടൽ അക്കൗണ്ടിംഗ് ടാലി പ്രൈമില് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇന്ന് നോക്കാം. അപ്പൊ അതില് എങ്ങനെയാണ് GST കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഹോട്ടൽ അക്കൗണ്ടിങ്ങില് ചില അഡീഷണൽ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോണ്ടറി സർവീസ്, അതേപോലെ കാർ റെന്റിന് കൊടുക്കും. അപ്പൊ ഇതിലൊക്കെ GST കൂടിയിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ടാലി പ്രൈമില് ഹോട്ടൽ അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ GST ആക്ടിവേഷൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അഡീഷണൽ എക്സ്പെൻസുകളും എല്ലാത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ അക്കൗണ്ടിങ്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ അക്കൗണ്ടിങ്, സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ട് ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാലറി എങ്ങനെയാണ് കൊടുക്കുക. അപ്പൊ ഈ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. എല്ലാത്തിലും പ്ലേലിസ്റ്റും കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഞാനിവിടെ ഹോട്ടൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ GST ആക്ടിവേറ്റ് ചെയ്യലാണ്. അപ്പൊ GST ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ജസ്റ്റ് കമ്പനി സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ F11 ഫീച്ചറിലാണ് പോകേണ്ടത്. എല്ലാ ഫീച്ചറും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് F11 ഫീച്ചറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. F11 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെയാണ് എല്ലാ ഫീച്ചറുകളും ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്. അപ്പോൾ ആ ഓപ്ഷൻ S കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനേബിൾ ബിൽ വൈസ് എൻട്രി. അപ്പോൾ ഈ ഓപ്ഷനും കൂടി S കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഓരോ പാർട്ടികളുടെയും ബാലൻസ് ബിൽ ബൈ ബില്ലായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് മെയിൻറ്റെയിൻ ഇൻവെന്ററി. അപ്പോൾ മെയിൻറ്റെയിൻ ഇൻവെന്ററി എന്നുള്ള ഓപ്ഷനും S കൊടുത്തു. ഇതിൽ S കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ടാക്സേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ കാണാൻ പറ്റും ടാക്സേഷൻ. ഇവിടെ ടാക്സേഷൻ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. അപ്പോൾ ഈ ഓപ്ഷൻ S കൊടുത്തു. ഞാൻ ഇതിൽ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് S കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GSTയുടെ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെയാണ് GSTയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ വിൻഡോ സേവ് ചെയ്യാം. ഇപ്പോൾ കമ്പനിയിലെ GST ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് കുറച്ച് ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഗേറ്റ് ഓഫ് ടാലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ മാസ്റ്റേഴ്സ്, അതിലെ അടിയിലെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്രിയേറ്റിൽ പോയിട്ടാണ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഓൾറെഡി ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾട്ടർ ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ആൾട്ടർ സെലക്ട് ചെയ്തെടുത്തിട്ട് ലെഡ്ജറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓർഡർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രൂപ്പിന്റെ അടിയിലെ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ ഈ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ ഇത്രയും ലെഡ്ജറുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഓൾറെഡി ഇപ്പൊ സെയിൽസിനുള്ള ലെഡ്ജർ ഉണ്ട്, അതേപോലെ തന്നെ ടാക്സുകളുടെ ലെഡ്ജറും ഉണ്ട്. നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പൊ സെയിൽസിന്റെ ലെഡ്ജർ സെലക്ട് ചെയ്തെടുക്കാം. അപ്പൊ സെയിൽസ് എടുത്തു. ഇവിടെ സെയിൽസ് എന്നുള്ളത് ഇവിടെ അണ്ടർ സെയിൽസ് അക്കൗണ്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറിയിലാണെന്നുണ്ടെങ്കിൽ ഈ GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സിലേക്ക് അല്ല കൊടുക്കേണ്ടത്, പകരം സർവീസ് ആണ്. കാരണം ഹോട്ടൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അതൊരു സർവീസ് ആണ്, ഗുഡ്സ് അല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ സർവീസിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഈ വിൻഡോ സേവ് ചെയ്യും. ഇനി അടുത്തത് ടാക്സുകളാണ്. അപ്പോൾ SGST ആണെന്നുണ്ടെങ്കിൽ SGST എടുത്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ ടാക്സ് ടൈപ്പ് എന്നുള്ളടത്ത് സ്റ്റേറ്റ് ടാക്സ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് CGST. അപ്പൊ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്നുള്ളത് GSTക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ടാക്സ് ടൈപ്പ് എന്നുള്ളത് സെൻട്രൽ ടാക്സിലേക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് ഈ വിൻഡോ സേവ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ചില അഡീഷണൽ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. അതായത് ലോണ്ടറി ചാർജസും അതേപോലെ തന്നെ കാർ റെന്റിന് കൊടുക്കുന്നതും. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ ലോണ്ടറി സർവീസസ് എടുത്തു. ഈ ലെഡ്ജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിന് അണ്ടർ കൊടുക്കുന്നത് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്കാണ് കൊടുക്കുന്നത്. കാരണം ഇത് ഹോട്ടലിനെ സംബന്ധിച്ച് ഇതൊരു ഇൻകം ആണ്.
അപ്പൊ ഇത് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ടെങ്കിൽ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിന്റെ അവിടെ ഈ GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അടുത്തത് ഇൻക്ലൂഡ് ഇൻ അസസബിൾ വാല്യൂ കാൽക്കുലേഷൻ ഫോർ, ഇവിടെ GSTയിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ അപ്രോപ്രിയേറ്റ് ടു എന്നുള്ളടത്ത് സർവീസസിലേക്ക് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് കാർ റെന്റഡ്. ഇപ്പോൾ കാർ റെന്റഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു, അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് എടുത്തു. അതേപോലെ തന്നെ ഈ GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് നോട്ട് അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇൻക്ലൂഡ് ഇൻ അസസബിൾ വാല്യൂ കാൽക്കുലേഷൻ ഫോർ എന്നുള്ളടത്ത് GST എടുത്തു. അതേപോലെ അപ്രോപ്രിയേറ്റ് ടു എന്നുള്ളടത്ത് സർവീസസിലേക്ക് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ വിൻഡോ സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഐറ്റംസ് ആണ്. അപ്പൊ സ്റ്റോക്ക് ഐറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ AC റൂമുണ്ട്, അതേപോലെ തന്നെ നോൺ AC റൂമുണ്ട്. അപ്പൊ AC റൂം സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതിന് അണ്ടർ ഞാൻ റൂം എന്നുള്ളതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. റൂം കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ യൂണിറ്റ് നമ്പർ എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതില് പ്രൊവൈഡ് ബിഹേവിയർ ഓപ്ഷൻസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ എല്ലായ്പ്പോഴും ഇവിടെ വന്നോളന്നില്ല. ഇത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 പ്രസ് ചെയ്യണം. F12 പറഞ്ഞ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഓരോ സ്ഥലത്തും F12 ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നിടത്തുള്ള F12 ആവില്ല, വേറൊരു സ്ഥലത്ത് F12. ഈ ഓപ്ഷൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് F12 പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് F12 പ്രസ് ചെയ്തു. F12 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, സെറ്റ് ഓപ്ഷൻ ഫോർ സ്റ്റോക്ക് ഐറ്റം ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട്. ഈ ഓപ്ഷൻ യെസ് കൊടുക്കണം. ഈ ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷനാണ് പ്രൊവൈഡ് ബിഹേവിയർ ഓപ്ഷൻ. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ യെസ് കൊടുത്തു. ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അപ്പൊ ഇതിലെ ഇവിടെ ട്രീറ്റ് ഓൾ സെയിൽസ് ആസ് ന്യൂ മാനുഫാക്ചർ, ഈ ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. അതായത് എല്ലാ സെയിൽസിനെയും ന്യൂ മാനുഫാക്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹോട്ടൽ അക്കൗണ്ടിങ് ആവുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. കാരണം അവിടെ ഐറ്റം അല്ല നമ്മൾ വിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കണം. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ GSTയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇവിടെയും കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തു. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിപ്ഷനും HSN കോഡും കൊടുത്തു. കാൽക്കുലേഷൻ ടൈപ്പില് ബാക്കിയെല്ലാം നമ്മളെ ഓൺ വാല്യൂലേക്കാണ് കൊടുക്കുക. പക്ഷെ ഹോട്ടൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് ഇവിടെ ഓൺ ഐറ്റം റേറ്റിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഐറ്റം റേറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടു. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോയാണ് ഇവിടെ വരിക. ഇവിടെ സ്ലാബ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ ഓരോന്നിനും ഓരോ സ്ലാബുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 1000 rupees വരെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് എക്സംപ്റ്റ് ആണ്. ആ റൂമിന്റെ റെന്റ് എന്ന് പറയുന്നത് 1000 rupees വരെ ഉള്ളെന്നുണ്ടെങ്കിൽ റെന്റ് എക്സംപ്റ്റ് ആണ്, ടാക്സ് എക്സംപ്റ്റ് ആണ്. 1000 to 2500 വരെയാണെന്നുണ്ടെങ്കിൽ 12% ആണ് ടാക്സ്. അതായത് 6% CGSTയും 6% സ്റ്റേറ്റ് ടാക്സും. 2500 to 7500 വരെയാണെന്നുണ്ടെങ്കിൽ 18% ആണ് ടാക്സ്. അതേപോലെ തന്നെ 7500ന്റെ മുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 28% ആണ് ടാക്സ് വരിക. അപ്പൊ ഇതൊരു ഫിക്സഡ് സ്ലാബ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രകാരമാണ് ടാക്സുകൾ വരിക. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ ഒരു ഓപ്ഷൻ കാണിക്കും, കൺസിഡർ അഡീഷണൽ എക്സ്പെൻസ് ഓർ ഇൻകം ഫോർ സ്ലാബ് റേറ്റ് കാൽക്കുലേഷൻ. അപ്പോ ഇത് നോ കൊടുത്തു കഴിഞ്ഞാലും എസ് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെയാണ് അഡീഷണൽ എക്സ്പെൻസുകൾ ചെയ്യുമ്പോഴാണ് ഈ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നോ കൊടുത്താലും എസ് കൊടുത്താലും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇപ്പോൾ ഈ വിൻഡോ നമുക്ക് എൻട്രി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വിൻഡോ സേവ് ചെയ്യാം. ഇത് ഇവിടെ ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് ഗുഡ്സിലേക്ക് അല്ല കൊടുക്കേണ്ടത്, പകരം സർവീസസിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. ഇതേപോലെ തന്നെ നോൺ AC റൂമും ഉണ്ട്. നോൺ AC റൂം സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ റൂംസ് കൊടുത്തു, യൂണിറ്റ് നമ്പർ കൊടുത്തു. ഇവിടെ പ്രൊവൈഡ് ബിഹേവിയർ ഓപ്ഷൻസിന്റെ അവിടെ ഇവിടെ യെസ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ട്രീറ്റ് ഓൾ സെയിൽസ് ആസ് ന്യൂ മാനുഫാക്ചറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു. ഇവിടെ HSN കോഡും ഡിസ്ക്രിപ്ഷനും കൊടുത്തു. ഇതേപോലെ തന്നെ കാൽക്കുലേഷൻ ടൈപ്പിൽ ഓൺ ഐറ്റം റേറ്റ് കൊടുത്തു. ഇതേപോലെ തന്നെയാണ് ഇവിടെ സ്ലാബ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സെയിം സ്ലാബ് തന്നെയാണ് അവിടെ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സർവീസസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് വൗച്ചർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ വൗച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിലെ വൗച്ചറിലേക്ക് പോയി.
പിന്നെ നമുക്ക് സെയിൽസ് ആണ് ചെയ്യുന്നത്. നമുക്ക് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബിൽ നമ്പർ കൊടുത്തു. നമുക്കൊരു ക്യാഷ് സെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ GST രജിസ്ട്രേഷൻ ടൈപ്പിന്റെ അവിടെ കൺസ്യൂമറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. കൺസ്യൂമർ സെലക്ട് ചെയ്തിട്ടെടുത്തു. സെയിൽസ് ലെഡ്ജറിന്റെ അവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നെയിം ഓഫ് ഐറ്റം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, AC റൂം സെലക്ട് ചെയ്തിട്ടെടുത്തു. ക്വാണ്ടിറ്റി 1 കൊടുത്തു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സ്റ്റോക്ക് കാണിക്കും, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ റേറ്റ് കൊടുക്കാം, ഒരു 5000 റേറ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഇതിന്റെ ടാക്സ് കൊടുക്കണം. നമ്മൾ ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു, അതേപോലെ തന്നെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് ഇതിന്റെ പ്രിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രിന്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ കറന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, പ്രിവ്യൂ എടുത്തു. നമുക്ക് ഈ പ്രിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F4 പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ കാണിക്കും, ഇവിടെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ടാക്സിന്റെ എമൗണ്ടും കാണിച്ചിട്ടുണ്ട്, 9%, 9% എന്ന് പറഞ്ഞിട്ട്. കാരണം ആ സ്ലാബ് റേറ്റ് പ്രകാരമാണ് ഈ ടാക്സ് വന്നിരിക്കുന്നത്. 2500 to 7500 വരെയാണെങ്കിൽ 18% ആണ്. അപ്പൊ അതിന്റെ ടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ എൻട്രി നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ഒരു സെയിൽസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സെയിൽസ് അഡീഷണൽ എക്സ്പെൻസുകളോട് കൂടിയിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. വീണ്ടും നമ്മളിവിടെ എടുത്തു, വീണ്ടും പാർട്ടീസ് അക്കൗണ്ടിൽ നിന്ന് ഇവിടെ ക്യാഷ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ കൺസ്യൂമറിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ സെയിൽസ് ലെഡ്ജറിന്റെ അവിടെ സെയിൽസ് സെലക്ട് ചെയ്തു. ഇപ്പൊ നെയിം ഓഫ് ഐറ്റം എന്നുള്ളിടത്ത് നോൺ AC റൂം സെലക്ട് ചെയ്തു. ഇവിടെ 1 കൊടുത്തു. ഇപ്പൊ റേറ്റ് എന്ന് പറയുന്നത് ഒരു 2000 rupees ആണ് കൊടുത്തത്. 2000 കൊടുത്തു, എൻ്റർ അടിച്ചു. ഒന്നുകൂടി എൻ്റർ അടിച്ചു. ഇവിടെയാണ് അഡീഷണൽ എക്സ്പെൻസുകൾ കൊടുക്കുന്നത്. ഇപ്പൊ ലോണ്ടറി സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അഡീഷണൽ എക്സ്പെൻസ് കൊടുക്കാം. ഇപ്പൊ ലോണ്ടറി സർവീസസ് ആയിട്ട് ഒരു 1000 rupees ആണ് കൊടുക്കുന്നത്. അപ്പോൾ 2000 ഉണ്ട്, അതിനോട് കൂടിയിട്ട് അഡീഷണൽ ആയിട്ട് 1000 rupees. ഇനി ഇതിന്റെ മുകളിലാണ് ടാക്സുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് CGST കൊടുത്തു, അതേപോലെ തന്നെ SGST കാൽക്കുലേറ്റ് ചെയ്തു, SGST കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ പ്രിന്റ് പ്രിവ്യൂ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പ്രിന്റ് എടുത്തു, അതിൽ നമ്മൾ കറന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിലെ പ്രിവ്യൂ എടുത്തു. ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് F4 പ്രസ് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ ടാക്സിന്റെ എമൗണ്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ 12% ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2000 ഉണ്ട്, പിന്നെ 1000 rupees ലോണ്ടറി സർവീസ് അഡീഷണൽ ആയിട്ടും ഉണ്ട്. അപ്പോ നമ്മൾ സ്ലാബ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1000 rupees വരെ എക്സംപ്റ്റും 2500 മുതൽക്ക് 7500 വരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 18%, 1000 to 2500 വരെ 16%, അതേപോലെ തന്നെ പിന്നെ അതിന് മുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 18% ആണ് ടാക്സ് വരേണ്ടത്. പക്ഷെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് പറയുന്നത് 6% മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് ഈ 2000 മുകളിൽ മാത്രമാണ് ടാക്സ് വന്നിട്ടുള്ളൂ. ഇവിടെ ഈ ലോണ്ടറി സർവീസ് ഇതിനോട് കൂടി ആഡ് ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നോൺ AC റൂം സെലക്ട് ചെയ്തു. ഇതിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. അപ്പൊ കൺട്രോൾ എൻ്റർ അടിച്ചു. ഇവിടെ സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിന്റെ അവിടെ യെസ് കൊടുത്തു. ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസിഡർ അഡീഷണൽ എക്സ്പെൻസ് ഓർ ഇൻകം ഫോർ സ്ലാബ് റേറ്റ് കാൽക്കുലേഷൻ. അതായത് അഡീഷണൽ എക്സ്പെൻസുകളോട് കൂടിയിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ യെസ് കൊടുക്കണം. ഇതിപ്പോ നോ ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ 1000 to 2500 വരെ 12% ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത്. നമ്മള് 2000 കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ 1000 rupees അഡീഷണൽ എക്സ്പെൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊത്തം 3000 ആണ് വരണത്. 3000 ടാക്സ് വരുന്നത് ഇവിടെ നെക്സ്റ്റ് സ്ലാബ് ആണ്, 18% ആണ് വരേണ്ടത്. അപ്പൊ ഈ ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ടാക്സ് 18% ആയിട്ട് വരുള്ളൂ. നമുക്ക് എസ് കൊടുത്ത് നോക്കാം, എന്താണ് വ്യത്യാസം എന്നുള്ളത് നോക്കാം. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു വന്നു, എൻ്റർ അടിച്ചു. ഇപ്പൊ ടാക്സിന്റെ എമൗണ്ട് ഇവിടെ മാറിയിട്ടുണ്ട്, 270 ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ജസ്റ്റ് പ്രിന്റ് പ്രിവ്യൂ ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ പ്രിന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, കറന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, പ്രിവ്യൂ എടുത്തു. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് F4 പ്രസ് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മുമ്പ് 6% ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ടാക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് 18% കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഇവിടെ 2000 ലോണ്ടറി സർവീസ് ആയിട്ടുള്ള 1000 rupees കൂടിയിട്ട് മെർജ് ചെയ്ത് വന്നിട്ടുള്ള എമൗണ്ടിന്റെ മുകളിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ അവിടെ യെസ് കൊടുക്കണം.
നമുക്ക് ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ വിൻഡോ നമുക്ക് സേവ് ചെയ്യാം. എൻ്റർ അടിച്ചു, ഇത് സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ പാർട്ടി അഡ്വാൻസ് ആയിട്ട് റൂം ബുക്ക് ചെയ്യും. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് തന്നിട്ടാണ് ബുക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇവിടെ ഫസ്റ്റിൽ നമുക്ക് റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ റെസിപ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അലക്സ് പറഞ്ഞിട്ടൊരു പാർട്ടി. അപ്പൊ അലക്സിനെ സൺഡ്രി ഡെറ്റർ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ പാർട്ടി അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് തരുന്നു. ഇപ്പൊ ഒരു 4000 rupees ആണ് അഡ്വാൻസ് തരുന്നത്. അപ്പൊ അഡ്വാൻസ് എടുത്തു. അപ്പൊ ഇവിടെ റെഫറൻസ് കോളം വരും. ഇവിടെ അഡ്വാൻസ് തരുന്നതുകൊണ്ട് ഇവിടെ അഡ്വാൻസിലേക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ അഡ്വാൻസ് ഉള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ ചെക്ക് ആയിട്ടാണ് തരുന്നത്. അപ്പൊ ഇവിടെ ബൈ ബാങ്ക് എന്നുള്ളവർക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി ഈ പാർട്ടി റൂമിലേക്ക് വരികയാണ് ചെയ്യണത്. അപ്പോ അഡ്വാൻസ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ട്. ഇനി റൂമിലേക്ക് വരുന്നു. അപ്പോൾ ഓൾറെഡി ഒരു സെയിൽസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ബിൽ നമ്പർ കൊടുത്തു. ഇവിടെ വെച്ചിട്ട് പാർട്ടി സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ അലക്സ് ഉള്ള പാർട്ടി സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ, ഇവിടെ ടൈപ്പ് സെയിൽസ് ലെഡ്ജറിന്റെ അവിടെ സെയിൽസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നെയിം ഓഫ് ഐറ്റത്തിന്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോൺ AC റൂം സെലക്ട് ചെയ്തിട്ടെടുത്തു. ക്വാണ്ടിറ്റി ഇവിടെ 1 കൊടുത്തു. ഇപ്പോൾ ആക്ച്വൽ റൂമിന്റെ റേറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പൊ ഇവിടെ റേറ്റ് എന്നുള്ളത് ഇവിടെ 10,000 കൊടുക്കാം. എൻ്റർ അടിച്ചു, എൻ്റർ. ഇനി ഇതില് ടാക്സ് കൊടുക്കാം. CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പൊ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 12,800 ആണ് ഈ റൂമിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. അപ്പൊ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ന്യൂ റെഫറൻസിലാണ് വരിക. കാരണം ഈ പാർട്ടിയുടെ പേരിൽ പുതിയൊരു വൗച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യണത്. നമ്മൾ ന്യൂ റെഫറൻസിൽ അടിച്ചു, എൻ്റർ അടിച്ചു. 12,800 ആണ് ഇപ്പൊ പാർട്ടി തരാനുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. ഇനി പാർട്ടി റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യണത്. അപ്പോഴാണ് ബാലൻസ് എമൗണ്ട് തരുന്നത്. അപ്പൊ വീണ്ടും റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, റെസിപ്റ്റ് എടുത്തു. പാർട്ടിയുടെ പേര് അലക്സ്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അലക്സ് തരാനുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കറന്റ് ബാലൻസിന്റെ അവിടെ കാണിക്കും. 8,800 ആണ് പാർട്ടി ഇനി തരാനുള്ള ബാലൻസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. 8,800 അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പൊ എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ റെഫറൻസ് കോളം എഗെയിൻസ്റ്റ് റെഫറൻസിലേക്കാണ് പോവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് സെയിൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ രണ്ടിനും കൂടിയുള്ള ബാലൻസ് എമൗണ്ട് ആണ് ഇപ്പൊ പാർട്ടി തരേണ്ട ആവശ്യമുള്ളൂ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണും. അപ്പൊ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്വാൻസ് വന്നിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും 4,000. അപ്പൊ അത് ക്രെഡിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ടി ആയിട്ടുള്ള സെയിൽസ് നടത്തിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 12,800 ആണ്. അത് ഡെബിറ്റിലായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എമൗണ്ട് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ 8,800 എന്നുള്ള എമൗണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് കൊടുത്താൽ മതി. ഇപ്പൊ 4,000 വന്നു, വീണ്ടും എഗെയിൻസ്റ്റ് റെഫറൻസിൽ വരും, വീണ്ടും നമ്മൾ എൻ്റർ അടിച്ച് കൊടുത്തു. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ടുള്ള അതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുക. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പാർട്ടിയുടെ ബാലൻസ് ഇവിടെ നില്ലായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ പാർട്ടി ഇനി ഒന്നും തരാനില്ല. നമ്മൾ ജസ്റ്റ് ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഗോ ടു എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഗോ ടു സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഈ ബാലൻസ് ഷീറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Alt F1 പ്രസ് ചെയ്താൽ മതി. Alt F1 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അപ്പൊ ഇവിടെ കറന്റ് ലയബിലിറ്റീസിന് അണ്ടറിൽ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബാങ്കിന്റെ എമൗണ്ടും വന്നിട്ടുണ്ട്, ക്യാഷിന്റെ എമൗണ്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. വീണ്ടും ഗോ ടൂലേക്ക് പോയി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തെടുത്തു. ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് Alt F1 പ്രസ് ചെയ്തു. ഇപ്പൊ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെയിൽസിന്റെ എമൗണ്ട് കാണിക്കും. ഇൻഡയറക്റ്റ് ഇൻകത്തിൽ ഇവിടെ ലോണ്ടറി സർവീസ് കൊണ്ട് കാണിക്കും. കാരണം നമ്മുടെ ലോണ്ടറി സർവീസ് അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ലോണ്ടറി സർവീസ് വന്നിട്ട് ഇവിടെ 1,000 rupees കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ടോട്ടൽ അക്കൗണ്ടിങ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.